നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 4 ശ്രദ്ധേയനായ താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ബിഗ് ബോസിന് മുൻപ് മലയാളികൾക്ക് അത്ര പരിചിതനായിരുന്നില്ല റോബിനെ. എന്നാൽ ബിഗ് ബോസിലൂടെ റോബിൻ നേടിയെടുത്ത സ്വീകാര്യതയും ആരാധക വൃന്ദവും സമാനതകളില്ലാത്തതായിരുന്നു. സഹമത്സരാർത്ഥിയായ റിയാസിനെ കയ്യേറ്റം ചെയ്തതിനെ തുടർന്നാണ് റോബിനെ ഷോയിൽ നിന്നും പുറത്താക്കിയത്. താരത്തെ തിരികെ കൊണ്ടുവരാൻ ആരാധകർ ആവശ്യപ്പെട്ടുവെങ്കിലും താരത്തെ തിരിച്ചെടുത്തിരുന്നില്ല. ഷോയിൽ നിന്നും പകുതിക്ക് വെച്ച് പുറത്താക്കപ്പെട്ടുവെങ്കിലും 4ാം സീസണിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറാൻ റോബിന് സാധിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം താരത്തിന്റെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചർച്ചയായി മാറിയിരുന്നു. അമ്മ ബീനയ്ക്കൊപ്പമുള്ള ഓർമ്മകൾ കോർത്തിണക്കിയുള്ളതായിരുന്നു താരത്തിന്റെ റീൽ. അമ്മ എന്ന് എഴുതി നിറമിഴികളുള്ള ഒരു ഇമോജിയായിരുന്നു റീലിന് ക്യാപ്ഷനായി റോബിൻ നൽകിയിരുന്നത്. റീല് പുറത്തു വന്നതോടെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കമന്റുകൾ നിറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഒരു ദുഃഖവാർത്ത പങ്കിട്ടെത്തിയിരിക്കുകയാണ് താരം. റോബിന്റെ അമ്മ ബീന അന്തരിച്ചു. താരം തന്നെയാണ് അമ്മയുടെ മരണവാർത്ത സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത്. റോബിന്റെ ഫോളോവേഴ്സിനെയെല്ലാം ഈ വാർത്ത ഞെട്ടിച്ചിരിക്കുകയാണ്. അത്രയേറെ ഉത്സാഹത്തോടെ എപ്പോഴും ചിരിച്ചു നിൽക്കുന്ന അമ്മയുടെ ഫോട്ടോയും വീഡിയോകളും റോബിൻ ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ടായിരുന്നു. കാഴ്ചയിലും വളരെ ചെറുപ്പമായിരുന്നു. കൂടാതെ ആരോഗ്യവതിയും. അങ്ങനെ ഒരാൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യമാണ് ആരാധകർ ചോദിക്കുന്നത്. ക്യാൻസർ ബാധിതയായിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ബീന ചികിത്സയിലായിരുന്നു എന്നാണ് വിവരം. അമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് അറിഞ്ഞതിനാലും അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന തോന്നൽ ഉണ്ടായി തുടങ്ങിയപ്പോൾ മുതലുമാണ് റോബിൻ ഇടയ്ക്കിടെ പ്രിയപ്പെട്ട അമ്മയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരം പങ്കുവയ്ക്കാൻ തുടങ്ങിയതെന്നും ചിലർ കുറിച്ചു. 2026 മാർച്ച് 25-നാണ് എൻഡോമെട്രിയൽ കാർസിനോവ ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തിയതെന്ന് റോബിൻ രാധാകൃഷ്ണൻ പറയുന്നു. പിന്നീട് അങ്ങോട്ട് ആശുപത്രി സന്ദർശനവും ചികിത്സയും വേദനയും പ്രാർത്ഥനകളുമായിരുന്നു ജീവിതമെന്ന് റോബിൻ പറഞ്ഞു. അമ്മ രോഗത്തോട് ധൈര്യം തന്നെ പോരാടിയെന്നും ആ ഘട്ടത്തിലും മറ്റുള്ളവർക്ക് പ്രചോദനമായി നിന്നുവെന്നും റോബിൻ പറഞ്ഞു. 2026 മാർച്ച് 25-നാണ് അമ്മയ്ക്ക് സ്റ്റേജ് 4 എൻഡോമെട്രിയൽ കാർസിനോവ ഉണ്ടെന്ന് കണ്ടെത്തുന്നത്. ആ ദിവസം മുതൽ പിന്നീട് അങ്ങോട്ട് ജീവിതം എണ്ണമറ്റ ആശുപത്രി സന്ദർശനങ്ങൾ, ചികിത്സകൾ, വേദന, അനിശ്ചിതത്വം, പ്രാർത്ഥനകൾ എന്നിവയാൽ നിറഞ്ഞ യാത്രയായി മാറി. എന്നിട്ടും എല്ലാ വെല്ലുവിളികളിലൂടെയും അമ്മ അസാധാരണമായ ശക്തിയും ധൈര്യവും പ്രകടിപ്പിച്ചു. ഈ പോരാട്ടത്തിൽ അചഞ്ചലമായ ദൃഢനിശ്ചയത്തോടെ തന്നെ പോരാടി. അവരുടെ പ്രതിരോധശേഷി ചുറ്റുമുള്ള എല്ലാവർക്കും പ്രചോദനം നൽകുന്നതായിരുന്നു. ഏറ്റവും പ്രയാസകരമായ ദിവസങ്ങളിൽ പോലും അമ്മ ഓരോ നിമിഷത്തെയും പ്രതീക്ഷയോടെയും സ്നേഹത്തോടെയുമാണ് നേരിട്ടത്. ധൈര്യത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് അമ്മ ഞങ്ങളെ പഠിപ്പിച്ചു. ധീരമായ പോരാട്ടത്തിനൊടുവിൽ 2026 ജൂലൈ 3-ന് പുലർച്ചെ 1 മണിയോടെ അമ്മ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു. ക്യാൻസർ അമ്മയുടെ ശരീരത്തെ കീഴടക്കിയെങ്കിലും അമ്മയുടെ കരുത്തിനെയോ സ്നേഹത്തെയോ കീഴടക്കാൻ അതിനൊരിക്കലും കഴിഞ്ഞില്ല. അമ്മ എന്നേക്കുമായി ഞങ്ങളുടെ മനസ്സിൽ നിലകൊള്ളും. അമ്മയുടെ ഓർമ്മകൾ ഞങ്ങൾക്ക് വഴികാട്ടിയാവുകയും ആ സ്നേഹം ജീവിതകാലം മുഴുവൻ ഞങ്ങളോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും. അമ്മ സമാധാനത്തോടെ വിശ്രമിക്കൂ. അമ്മയെ ഞാൻ ഏറെ സ്നേഹിക്കും, എന്നും ഓർമ്മിക്കും, ഒരിക്കലും മറക്കില്ല എന്നായിരുന്നു റോബിന്റെ വാക്കുകൾ. നിരവധി പേരാണ് റോബിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് അമ്മയ്ക്ക് ആദരാഞ്ജലികൾ കുറിച്ചത്. നിരവധി പേരാണ് റോബിനെയും കുടുംബത്തെയും ആശ്വസിപ്പിച്ചും അമ്മയ്ക്ക് ആദരാഞ്ജലികൾ നേർന്നും എത്തിയത്. രാവിലെ എഴുന്നേറ്റപ്പോൾ ആദ്യം കണ്ട വാർത്ത ഇതാണെന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നും ചിലർ കുറിച്ചു. ഒരു പ്രാവശ്യം മാത്രമേ നേരിൽ കണ്ടിട്ടുള്ളൂവെങ്കിലും എന്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന മുഖമാണ് റോബിന്റെ അമ്മയുടേത്. എപ്പോഴും പോസിറ്റീവ് എനർജിയുള്ള മുഖം, അനുഗ്രഹം ചെയ്ത മകൻ എന്നാണ് ഒരാൾ കുറിച്ചത്. അയ്യോ, അമ്മയ്ക്ക് എന്ത് പറ്റി? കുറച്ചു ദിവസമായി ഫോട്ടോസ് കണ്ടിരുന്നതാണ്. എന്ത് പറ്റി? വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മയില്ലാത്ത ലോകം ഇരുട്ടാണ്. എന്നാലും അവർ ജീവിതത്തിൽ നൽകിയ ഒരുപാട് വെളിച്ചങ്ങൾ ഉണ്ടാകും. അത് മുറുകെ പിടിക്കുക. ആദരാഞ്ജലികൾ. മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന വാർത്ത. അമ്മയ്ക്ക് ആത്മശാന്തി കിട്ടട്ടെ. ഈ അവസ്ഥ തരണം ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിന് ശക്തി ഉണ്ടാകട്ടെ. അയ്യോ, എന്ത് പറ്റി? കഴിഞ്ഞ ദിവസമല്ലേ അമ്മയുടെ ഫോട്ടോ ഇട്ടിരുന്നത്? ഞാൻ കമന്റ് ചെയ്തിരുന്നു, അമ്മ ഒന്നുകൂടി സുന്ദരിയായല്ലോ എന്ന്. ദൈവമേ, കഷ്ടമായി പോയല്ലോ. റോബിനും കുടുംബത്തിനും ഈ ദുഃഖം താങ്ങാനുള്ള കരുത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഒരമ്മയ്ക്ക് പകരം വയ്ക്കാൻ മറ്റൊന്നിനും കഴിയില്ല. ഒരാളുടെ മനക്കരുത്താണ് രോഗത്തെ 3/4 ഭാഗവും മാറ്റുന്നത്. ഡോക്ടറുടെ അമ്മ ഒരുപാട് ശ്രമിച്ചുവെന്ന് മനസ്സിലായി. വിധിക്ക് മുൻപിൽ നമ്മൾ എപ്പോഴും നിരാശയാവുകയാണ്. നിങ്ങളുടെ അമ്മയ്ക്ക് എന്നും നിത്യശാന്തി നേരുന്നു. മരണം വരെ പ്രാർത്ഥനയിലും ഉണ്ടാകും. ഇത് താങ്ങാനുള്ള മനക്കരുത്ത് ശക്തിയും നിങ്ങൾക്ക് ദൈവം നൽകട്ടെ. ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഈ അമ്മ ഏറെ പ്രിയപ്പെട്ടതായിരുന്നു എന്നിങ്ങനെയാണ് മരണവാർത്ത അറിഞ്ഞ് റോബിന്റെ ആരാധകർ കുറിച്ചത്. റോബിനെ കൂടാതെ ഒരു മകൾ കൂടി ബീനയ്ക്കുണ്ട്. അഭിമുഖങ്ങളിൽ ഒരു അമ്മയെക്കുറിച്ച് പലപ്പോഴായി റോബിൻ സംസാരിച്ചിട്ടുണ്ട്. 1989-ലായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും വിവാഹം.
അവരുടെ വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ ജനനം. അമ്മയുടെ അച്ഛൻ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാരനായിരുന്നു. ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മയുടെ അമ്മ സ്കൂൾ ടീച്ചറായിരുന്നു. 3 പെൺകുട്ടികളായിരുന്നു അമ്മയും സഹോദരിമാരും. അതുകൊണ്ട് തന്നെ അമ്മയെ അമ്മയുടെ അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയത്. അമ്മ നന്നായി പഠിക്കുന്ന ഒരാളായിരുന്നു. 18ാമത്തെ വയസ്സിലായിരുന്നു അമ്മയുടെ വിവാഹം. അമ്മയെ ആദ്യമായി പെണ്ണ് കാണാൻ വന്നത് അച്ഛനായിരുന്നു. അദ്ദേഹത്തെ തന്നെ അമ്മ വിവാഹവും ചെയ്തു എന്നാണ് മാതാപിതാക്കളെ കുറിച്ച് സംസാരിക്കവേ റോബിൻ മുൻപൊരിക്കൽ പറഞ്ഞത്. റോബിന്റെ ഭാര്യയും ഫാഷൻ ഡിസൈനറും മോഡലുമായ ആരതി പൊടിയും റോബിനെ ആശ്വസിപ്പിച്ച് എത്തിയിരുന്നു. അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ താരം മനോഹരമായ കുറിപ്പ് പങ്കുവച്ചിരുന്നു. അതിൽ നിന്ന് തന്നെ അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം എത്രത്തോളമാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. പിറന്നാൾ മനോഹരമായ അന്ന് കുടുംബം ആഘോഷിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് രോഗം സ്ഥിരീകരിച്ചത്. 18 വയസ്സിലായിരുന്നു അമ്മയുടെ വിവാഹം എന്ന് റോബിൻ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ റോബിൻ ജനിക്കുകയും ചെയ്തു. അതിനാൽ തന്നെ അമ്മയും മകനും സുഹൃത്തുക്കളെ പോലെയായിരുന്നു. എല്ലാ കാര്യങ്ങളിലും റോബിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിരുന്നതും അമ്മയായിരുന്നു. കഴിഞ്ഞ ദിവസം അമ്മയ്ക്കൊപ്പം ആശുപത്രിയിൽ വെച്ച് റോബിനെ കണ്ടിരുന്നുവെന്നും ചില ആരാധകർ കുറിച്ചു. അഭിമുഖങ്ങളിലൊന്നും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല എങ്കിലും റോബിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ആരാധകർക്ക് ബീന സുപരിചിതയാണ്. ഇടതൂർന്ന നീളൻ മുടി പിന്നീട്ട് ശാലീന സുന്ദരിയായി നിറച്ചിരിയുമായി നിൽക്കുന്ന അമ്മയുടെ ചിത്രങ്ങൾ റോബിനും മുൻപ് പങ്കുവച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്താണ് റോബിന്റെ സ്ഥലം. അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്നതാണ് കുടുംബം. അനിയത്തിയുടെ വിവാഹശേഷമാണ് ആരതിയുമായുള്ള റോബിന്റെ വിവാഹം നടന്നത്. ബിഗ് ബോസിന് ശേഷവും റോബിൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. വിവാദങ്ങളും എന്നും റോബിന് പിന്നാലെ ഉണ്ടായിരുന്നു. ബിഗ് ബോസിന് ശേഷമാണ് റോബിനും ആരതി പൊടിയും കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും. സോഷ്യൽ മീഡിയയിലെ ജനപ്രിയ താരങ്ങളാണ് ഇരുവരും. ബിഗ് ബോസ് കാരണമാണ് തന്റെ ജീവിത സഖിയായ ആരതി പൊടിയെ റോബിൻ രാധാകൃഷ്ണന് ലഭിക്കുന്നതും. നടിയും ബിസിനസ്സുകാരിയുമായ ആരതിയും മലയാളികൾക്കേറെ സുപരിചിതയാണ്. വിവാഹം കഴിഞ്ഞ് ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിൽ ഒരു യൂട്യൂബ് ചാനലിൽ വാർത്ത വന്നിരുന്നു. ഇതിനോട് പ്രതികരിച്ച് റോബിൻ രാധാകൃഷ്ണൻ എത്തുകയും ചെയ്തിരുന്നു. ഞങ്ങൾ വിവാഹമോചിതരായെന്നു. കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. അതിനു മുൻപേ പിരിക്കാൻ നോക്കുന്നു. വേറെ ഏതോ വീഡിയോയിൽ ഞങ്ങളുടെ ഫോട്ടോ ഉപയോഗിച്ചതാണ്. കഴിഞ്ഞ 3 വർഷം എനിക്ക് എല്ലാ പിന്തുണയും നൽകി എന്റെ വൈഫ് ഒപ്പം കൂടെയുണ്ട്. നിരവധി ഘട്ടങ്ങളിൽ ഭീഷണികളും പ്രശ്നങ്ങളും ഒക്കെ സംഭവിച്ചപ്പോഴും എന്റെ ശക്തിയായി അവൾ കൂടെ നിന്നു. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നാണ് റോബിൻ അന്ന് പറഞ്ഞത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.